പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യും. മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ഷാഫി പറമ്പലിനും തനിക്കും വ്യത്യസ്ത ശൈലിയാണെന്നും രാഹുൽ പറഞ്ഞു. പ്രസാദ് ഉടുമ്പശ്ശേരി തയ്യാറാക്കി റിപ്പോർട്ട് കാണാം. MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. എന്താണ് ഇവിടുത്തെ പാലക്കാട് മണ്ഡലത്തിലെ ആളുകൾക്ക് കൊടുക്കുന്ന ഉറപ്പ്? പാലക്കാട് എന്നോട് കാണിച്ചിട്ടുള്ളൊരു ഭയങ്കരമായ സ്നേഹമുണ്ട്. ഒരതിരും പരിധിയും ഇല്ലാത്തൊരു സ്നേഹം. കാരണം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ, ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഒരാൾക്ക് കേൾക്കാൻ കഴിയുന്നതിൻ്റെ പരമാവധി ആക്ഷേപങ്ങളും ആരോപണങ്ങളും അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളും കേട്ടൊരു തെരഞ്ഞെടുപ്പാണ്. അതിലേതെങ്കിലും ഒരു ആരോപണത്തെയോ ആക്ഷേപത്തെയോ പാലക്കാടൻ ജനത ഗൗരവത്തിലെടുക്കുകയോ ഒരു നിമിഷത്തേക്ക് പോലും എന്നെ ഒന്ന് അവിശ്വസിക്കുകയോ ചെയ്യാതെ തന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പാലക്കാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഈ ജനം എനിക്ക് തന്നത്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഷാഫി പറമ്പലിൻ്റെ ആയിരിക്കും. കാരണം ഷാഫി പറമ്പലാണ് 3 ടേമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ. അപ്പോൾ അതിനെ എങ്ങനെ ഒപ്പമുള്ള ആളാണ്, പക്ഷേ എങ്കിൽ പോലും ഒരു വെല്ലുവിളിയാണല്ലോ. അതൊരു ഒരു സമാനതകളില്ലാത്ത ജനപ്രീതിയുള്ള ഒരു ജനപ്രതിനിധിയായിരുന്നു അദ്ദേഹം. ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു വെല്ലുവിളി തന്നെയാണ്. അപ്പം യൂത്ത് കോൺഗ്രസ്സിലും എനിക്ക് ഇതേ അവസ്ഥ തന്നെ ഉണ്ടായിരുന്നു. കാരണം ശ്രീ ഷാഫി പറമ്പലിനെ പോലെ ഒരു പാൻ കേരള ക്രൗഡ് പുള്ളറായ ആളിൽ നിന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻഷിപ്പ് ഞാൻ ഏറ്റെടുക്കുന്നത്. അപ്പോൾ അന്നും എനിക്കൊരു സ്വാഭാവികമായി വളരെ ഓപ്പണായി പറഞ്ഞൊരു അന്താളിപ്പൊക്കെ എനിക്കുണ്ടായിരുന്നു. ഒരു വർഷം അങ്ങനെ ഒരു വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളൊരു ആത്മവിശ്വാസം. അത് കൂട്ടായ പരിശ്രമമാണ്. ഒരു ടീം വർക്കിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. പാലക്കാട് നമ്മളൊരു ടീമാണല്ലോ. പാലക്കാട്ടെ മുഴുവൻ ആളുകൾ, ഇപ്പം ഞാനൊരു MLA എൻ്റെ ആശയങ്ങൾ നടപ്പാക്കുന്ന രീതി അതല്ല. മുഴുവൻ പാലക്കാടുകാരുടെ ആശയങ്ങൾ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ച്, അത് നിങ്ങളും പങ്കാളികളാണ്. മാധ്യമപ്രവർത്തനത്തിൽ അങ്ങും പങ്കാളിയാണ്. അങ്ങയുടെ അഭിപ്രായം, അങ്ങയുടെ നിർദ്ദേശം, പാലക്കാടിൻ്റെ മുഴുവൻ ആളുകളുടെ അഭിപ്രായ നിർദ്ദേശം, ഒരു ടീം വർക്കിൽ നമ്മൾ പാലക്കാടിനെ ബിൽഡ് ചെയ്തെടുക്കും. ഷാഫി നിയമസഭയിൽ നിന്ന് പാർലമെന്റിലേക്ക് പോകുന്ന സമയത്ത് സഭയിലുള്ള ആളുകൾ തന്നെ ചിലപ്പോൾ അഭിപ്രായം പറഞ്ഞിട്ട്, ഇപ്പോൾ അടിയന്തര പ്രമേയമൊക്കെ വരുന്ന സമയത്ത് ഈ ഷാഫിയുടെ ഒരു പ്രസംഗം മിസ്സാവുന്നു എന്ന് പലരും പറയുന്നുണ്ട്. രാഹുൽ നന്നായി സംസാരിക്കുന്ന ആളാണ്. അപ്പം രാഹുലിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കും. അല്ല, അതൊരു വലിയ പ്രതീക്ഷയുടെ ഒരു ഭാരമാണ്. അങ്ങനെ പ്രതീക്ഷിക്കുന്നതിനകത്ത് അർത്ഥമില്ല. കാരണം ഞങ്ങൾ തമ്മിൽ ഉള്ള ബോണ്ടിങ് വളരെ ചർച്ചയാകുന്നതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനൊരു താരതമ്യം വരുന്നത്. പക്ഷേ ഒരു തരത്തിലും താരതമ്യം ഇല്ലാത്ത വ്യത്യസ്തമായ ശൈലിയുടെ ആളുകളാണ് ഞങ്ങൾ. ഇപ്പോൾ പ്രസംഗത്തിലായാലും അല്ലാതെ ഇപ്പം സംഘടനാ പ്രവർത്തനത്തിൻ്റെ രീതികളിലായാലും പ്രസംഗത്തിൻ്റെ ശൈലികളിലായാലും ഞങ്ങൾ തമ്മിൽ അങ്ങനെ താരതമ്യങ്ങളില്ല. അദ്ദേഹം വേറൊരു ശൈലിയുടെ ആളാണ്. അദ്ദേഹത്തിൻ്റെ ശൈലിയുമായിട്ട് ആ തരത്തിലൊരു ബന്ധവുമില്ലാത്ത ശൈലിയാണ് എൻ്റേത്. അത് പ്രസംഗമായാലും ശരി തന്നെ. നല്ല രാഹുൽ ശൈലി ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും.